കുത്തുബിയത്ത്. ഞാൻ ഫോൺ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനറിയോ ഉസ്താദേ, ഇങ്ങനെ ഒരു കുത്താറാത്തീബ് നടക്കണ്ടേ, കത്തി ഞാൻ കൊണ്ടുവരും, യമനിൽ നിന്നുള്ള കത്തി ഞാൻ കൊണ്ടുവരും, നിങ്ങളെ പള്ള മാത്രം എനിക്ക് തന്നാൽ മതി. ഒറ്റ കുത്തിന് മയ്യത്താക്കി എടുത്തരും, ഞാൻ ഒറ്റ കുത്തിന് മയ്യത്താക്കി എടുത്തരും. നിങ്ങൾ കുത്തണ്ട, ഞങ്ങൾ കുത്തി നോക്കട്ടെ, നിങ്ങൾക്ക് കൊള്ളുമല്ലേ, ധൈര്യം ഉണ്ടോ? കുത്താറാത്തീബ് നടത്തുമ്പോ ഞാൻ കുത്തിത്തരാം. ഒറ്റ കുത്തിന് കത്തി അങ്ങ് അറബിക്കടലിൽ എത്തിച്ചേരും. ആളെ പറ്റിക്കുക ചതിക്കുക അല്ലെങ്കിലും ഉണ്ടോ കത്തി കൊണ്ട് കളി? ഒരുത്തന്റെ നേരെ കത്തി ചൂണ്ടിയാൽ ആകാശത്തിലെ പട്ടാളങ്ങളെ ശപിക്കുന്ന കത്തി കൊണ്ട് കളിയുണ്ടോ ഇസ്ലാമില്? പള്ളക്ക് കുത്തല് അമ്പുസക്കുന്ന പടിക്ക് പോയിട്ട് സ്വന്തം നഫ്സിനെ കുത്തരുത്. ഷിയാക്കളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ഷിയാക്കളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ഞാൻ പറഞ്ഞില്ല, ഈ കുത്താറാത്തീബ് നടത്തുന്ന ധൈര്യം ഉണ്ടോ? 5-8 പോലീസുകാരനെ ഞാൻ കുത്താ കത്തി ഞാൻ കൊണ്ടുവരാം. ആ കുത്താറാത്തീബ് പങ്കെടുക്കുന്നവരെ കാണിച്ചു തന്നാൽ കുത്തി മലത്തിയെടുത്ത് തരും. പിന്നെ ലൈഫിൽ ഒരു കുത്താറാത്തീബ് നടത്തൂല. ഞാൻ ജയിലിൽ കിടക്കേണ്ടിരുന്നല്ലോ. എന്നാൽ ഈ ഷെറിൽ നിന്ന് ഈ കൗമ് രക്ഷപ്പെടട്ടെ. നിങ്ങൾ ആലോചിക്കണം, കുത്താറാത്തീബ് ബുഖാരിയിലുണ്ടോ അങ്ങനെ ഒരു ബാബ്? അബൂബക്കർ സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ കുത്താറാത്തീബ്, സഹീഹ് ബുഖാരി ബാബ് 38 ഉണ്ടോ? നിങ്ങൾ ഏത് ദീനാ പറയണേ? ഏത് ദീനാ നിങ്ങൾ പറയണേ? ലോകത്തൊരു മനുഷ്യരും പ്രചരിപ്പിച്ച മതമല്ല നിങ്ങളത്. നിങ്ങളതൊരു പുതിയ മത. അതുകൊണ്ടാണ് ഞാൻ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് കാന്തപുരത്തിന്റെ മതം എന്നൊരു വിഷയം അവതരിപ്പിച്ചത്. അതൊന്നും കേട്ടളിയല്ലോ കൂടി. കാന്തപുരത്തിന്റെ മതം അല്ലാണ്ട് ഇസ്ലാം അല്ലത്. കുത്താറാത്തി പോലെ എന്നിട്ട് ആളെ പറ്റിക്കാം. നാവ് ഇങ്ങനെ അങ്ങോട്ട് വരിഞ്ഞ് കത്തിങ്ങനെ ഇങ്ങോട്ട് കുത്തി അത് അങ്ങോട്ടാക്കി. ഓന് പിശാച് കൂടിയിട്ട് ചെയ്യുന്ന പണിയാത്. പിശാച് ഒന്നും കൂടാതെ ഞാൻ കാണിച്ചിറങ്ങി. ജനങ്ങളെ ഇനിയെങ്കിലും ഒക്കെ ഒന്ന് നേരം പിടിക്കും. സക്കരിയ നബി അലൈഹി ഇസ്ലാമിലേക്ക് മടങ്ങി പോവുകയാണ് ഞാൻ. സക്കരിയ നബി അലൈഹി ഇസ്ലാം അള്ളാഹിനോട് പറഞ്ഞ എന്താ?